ദൈവനാമത്തിന് മഹത്വം. നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ 5 ബൈബിൾ ക്വിസ് ഇതുവരെ കഴിഞ്ഞു. 5 പുസ്തകത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ വീതം ഇതുവരെ നമുക്ക് ചോദിക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ദൈവവചനം പഠിക്കുവാൻ ഒരുമിച്ച് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ 6-ാം ദിവസമാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്നായിരുന്നു. നമ്മുടെ 5-ാം ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. നമ്മുടെ 5-ാം ദിവസത്തെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇസ്രായേൽ മക്കൾ യഹോവയെ കോപിപ്പിച്ചത് എവിടെയെല്ലാം വെച്ചാണ്? ഉത്തരം ഇതാണ്: ആദ്യമായി മരുഭൂമിയിൽ, ആവർത്തന പുസ്തകം 9:7. ഹോരേബിൽ, ആവർത്തന പുസ്തകം 9:8. തബേരയിലും മസ്സയിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച്, ആവർത്തന പുസ്തകം 9:22. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സ്തോത്രം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇതിന്റെ ഉത്തരം ഇതാണ്: ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ. ആവർത്തന പുസ്തകം 8:10 നാം ഇങ്ങനെ വായിക്കുന്നു: നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ആവർത്തന പുസ്തകത്തിൽ യഹോവയ്ക്ക് വെറുപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഉത്തരം ഇതാണ്: സകല മ്ലേച്ഛതയും. 12:31. വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെയെങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ആവർത്തന പുസ്തകം 17:1. ആവർത്തനം 18:10 നാം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ. 18:11 ഇങ്ങനെ വായിക്കുന്നു: മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ആവർത്തനം 22:5 നാം ഇങ്ങനെ വായിക്കുന്നു: പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്, അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ആവർത്തനം 22:15 നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കുകയാണത്, നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം. ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അവസാനമായി പറഞ്ഞിരിക്കുന്ന ഇതാണ്: നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത്. ആവർത്തന പുസ്തകം 16:22 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശിലാസ്തംഭവും യഹോവ വെറുക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4-ാമത്തെ ചോദ്യം ഇതായിരുന്നു: എന്നെ വസ്ത്രാലങ്കാരത്തിനായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, എന്നിൽ ഉരക ജീവികളുടെ ആഹാരവുമുണ്ട്. ബൈബിളിൽ 2 പുസ്തകങ്ങൾ മാത്രം പരാമർശിച്ചിട്ടുള്ള ഈ പദം എന്താണ്? ഉത്തരം ഇതാണ്: പൊടിപ്പ്. നീ പുതയ്ക്കുന്ന മേലാടയുടെ 4 കോണിലും പൊടിപ്പുണ്ടാകണം. ആവർത്തന പുസ്തകം 22:12. ഉരകജീവിയുടെ ആഹാരം. ഉരകജീവി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പിന്റെ ആഹാരം പൊടി. ഉൽപ്പത്തി പുസ്തകം 3:14 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും. ചേരുമ്പടി ചേർക്കുവാനുള്ളതിന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മോശ. ഇതിന്റെ ഉത്തരം മോബാബ്. ആവർത്തന പുസ്തകം 34:5. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോബാബ് ദേശത്ത് വെച്ച് മരിച്ചു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: തേനീച്ച. ഇതിന്റെ ഉത്തരം വരുന്നത് അമോര്യർ. ആവർത്തന പുസ്തകം 1:44 നാം ഇങ്ങനെ വായിക്കുന്നു: ആ പർവ്വതത്തിൽ കൂടിയിരുന്ന അമോര്യർ നിങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്ന് തേനീച്ച പോലെ നിങ്ങളെ പിന്തുടർന്ന് ശേയിരിൽ ഹൊർമാൻ വരെ ചിഹ്നിച്ചു കളഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൂമി. ഇതിന്റെ ഉത്തരം വരുന്നത് ഇരുമ്പ്. ആവർത്തന പുസ്തകം 28:23 നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പും ആകും. നമ്മുടെ 4-ാമത്തെ ചോദ്യം ഇതായിരുന്നു: മഴ. ഇതിന്റെ ഉത്തരം ഉപദേശം. ആവർത്തന പുസ്തകം 32:2 നാം ഇങ്ങനെ വായിക്കുന്നു: മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞു പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. 5-ാമത്തെ ചോദ്യം: ഗിരി. ഇതിന്റെ ഉത്തരം വരുന്നത് ബെന്യാമീൻ. ആവർത്തന പുസ്തകം 33:12 നാം ഇങ്ങനെ വായിക്കുന്നു: ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും, താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ, അതായത് ശരി ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവരെയും ശരി ഉത്തരം അയച്ചവരെയും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജയാണ്. പക്ഷേ ഇതിൽ യഹോവ വെറുക്കുന്ന കാര്യങ്ങളിൽ ശിലാസ്തംഭം എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്. പല പ്രിയപ്പെട്ടവർക്കും ആ ഒരു ഉത്തരമാണ് വിട്ടുപോയിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ.
രണ്ടാമതായിട്ട് ഉത്തരം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ഫെയ്ത്ത്. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ ജോലി തിരക്കിന് ഇടയ്ക്കൊക്കെയാണ് ഇത് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. മൂന്നാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ദിജി ബിനു. നാലാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. നാലാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ശാന്തി എസ് ആർ. അഞ്ചാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൂടി നോക്കുക. നമ്മുടെ അഞ്ചാമത്തെ വിജയി സിസ്റ്റർ ശുഭ മനു. നമ്മുടെ ആറാമത്തെ വിജയി സിസ്റ്റർ ആൻസി ബിജു. നമ്മുടെ ഏഴാമത്തെ വിജയി സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി. ഇത്രയും പേരാണ് നമ്മുടെ 5-ാം ദിവസത്തെ വിജയികൾ. നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിയാകാം. പല പ്രിയപ്പെട്ടവരുടെയും ഒരു ഉത്തരമൊക്കെയാണ് തെറ്റിപ്പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആ ഉത്തരവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ 6-ാം ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. അതിനു മുൻപായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അല്ലാതെ ഒരു പ്രാവശ്യം കേട്ടിട്ട് അത് മനസ്സിലായില്ല എന്ന് കരുതിയിട്ട് ആ ചോദ്യത്തിൻ്റെ സംശയമായിട്ട് എൻ്റെ ഇൻബോക്സിൽ വരരുത്. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രമിക്കുക. ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന്. സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് വന്ന് സംശയം ചോദിക്കാവുന്നതാണ്. പല പ്രിയപ്പെട്ടവരും ചോദ്യങ്ങളിട്ട് 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ആകും വന്ന് സംശയം ചോദിക്കുകയാണ്. അത് ശരിയായ ഒരു പ്രവണതയല്ല. നിങ്ങൾ ആദ്യം തന്നെ ആ ചോദ്യം ഒന്ന് കേട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വന്ന് സംശയം ചോദിച്ചാൽ അത് മനസ്സിലാക്കാം. ആ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആർക്കും മനസ്സിലാകുന്നില്ല എന്ന്. എന്നാൽ 1-2 പേരാണ് ഈ സംശയം ചോദിക്കുന്നത്. അവർക്ക് മനസ്സിലായി കാണും ആരൊക്കെയാണെന്ന്. അവരത് ശ്രദ്ധിച്ച് കേട്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഉത്തരം അയക്കുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ സമയമുണ്ട്. ഇന്ന് 5 മണിക്ക് ചോദ്യം ഇട്ടാൽ നാളെ 5 മണി വരെ ഉത്തരം അയക്കുവാനുള്ള സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഉത്തരം അയച്ചാൽ മതി. നമ്മൾ 10 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെയും 10 പേരെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. 6 പേര്, 7 പേര്, 8 പേര് അങ്ങനെയൊക്കെ നമുക്ക് വിജയികളായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 10 പേരെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആ 10 പേര് ശരി ഉത്തരം അയക്കണം. പല പ്രിയപ്പെട്ടവരുടെയും ഒരു ഉത്തരമൊക്കെയാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തിനുള്ളിൽ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം അയച്ചാൽ മതിയാവും. അതുപോലെ 4 ചോദ്യങ്ങളുടെ ഉത്തരം ഒരു പ്രാവശ്യം അയച്ചിട്ട് പിന്നീട് ഒരു ഉത്തരം അയക്കുവാനായിട്ട് നിൽക്കരുത്. 5 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ഉത്തരം അയക്കുക. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം പലർക്കും ബുദ്ധിമുട്ടായി എന്നറിഞ്ഞതുകൊണ്ട് യോശുവയുടെ പുസ്തകത്തിൽ നിന്നും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വചനം വായിച്ചതിന് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇസ്രയേൽ മക്കൾ നിമിത്തം ജീവശക്തി ഇല്ലാതെ പോയത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇസ്രയേൽ മക്കൾ നിമിത്തം ജീവശക്തി ഇല്ലാതെ പോയത് ആർക്കാണ്? നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദൈനംദിനം ചെയ്ത പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്ത പ്രവൃത്തി എന്താണ്? ചെയ്തവർ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദൈനംദിനം ചെയ്ത പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്ത പ്രവൃത്തി എന്താണ്? ചെയ്തത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ദൈനംദിനം ചെയ്ത പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്ത പ്രവൃത്തി എന്താണ്? ചെയ്തത് ആരാണ്?
നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. തൻ്റെ പ്രായത്തെ വെളിപ്പെടുത്തിയ വ്യക്തി ആരാണ്? തൻ്റെ പ്രായത്തെ വെളിപ്പെടുത്തിയ വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ പ്രായം എത്രയായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. തൻ്റെ പ്രായത്തെ വെളിപ്പെടുത്തിയ വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ പ്രായം എത്രയാണ്? നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്. ആഖാൻ ആഗ്രഹിച്ചെടുത്ത പൊൻകട്ടിയുടെ തൂക്കം എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ആഖാൻ ആഗ്രഹിച്ചെടുത്ത പൊൻകട്ടിയുടെ തൂക്കം എത്രയാണ്? നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷനോട് കൂടിയ 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശരിയായ ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. യുദ്ധവീരൻ. ഓപ്ഷൻ എ മാഖീർ, ഓപ്ഷൻ ബി മനശ്ശെ, ഓപ്ഷൻ സി കർമ്മി. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പുരാതന കാലത്ത് അന്യദൈവങ്ങളെ സേവിച്ചത് ആരാണ്? ഓപ്ഷൻ എ ലോത്ത്, ഓപ്ഷൻ ബി തേരഹ്, ഓപ്ഷൻ സി ലാമേക്ക്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പുതിയതായിരുന്നത് ഇപ്പോൾ കീറിയിരിക്കുന്നു, എന്താണ്? ഓപ്ഷൻ എ വസ്ത്രം, ഓപ്ഷൻ ബി തുരുത്തി, ഓപ്ഷൻ സി മേലങ്കി. ഇത്രയുമാണ് നമ്മുടെ 6-ാം ദിവസത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. എത്രയും വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നോരോന്നായിട്ട് അയക്കരുത്. 4 ഉത്തരം അയച്ചിട്ട് ഒരു ഉത്തരം പിന്നീട് അയക്കുവാൻ നിൽക്കരുത്. 5 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയച്ചാൽ മതി. ഒരു ദിവസത്തെ സമയമുണ്ട്. ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഉത്തരം അയച്ചാൽ മതിയാവും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മറക്കരുത്. ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.